22 വർഷങ്ങൾക്ക് ശേഷം പ്രീമിയർ ലീഗ് കിരീടം നേടിയ ആർസണൽ എഫ് സിയുടെ കഥ 90 സെക്കൻഡിൽ നോക്കിയാലോ. വെൽക്കം ടു എക്സ്പ്ലെയിൻഡ് ഇൻ 90 സെക്കൻഡ്സ്. 1886 ഡയൽ സ്ക്വയർ എഫ് സി എന്ന പേരിൽ രൂപീകരിച്ച ക്ലബിന് 1913 ആർസണൽ എന്ന പേര് വരുന്നത്. 1930കളിൽ തന്നെ ഹെർബർട്ട് ചാപ്മാൻ എന്ന മാനേജറിന് കീഴിൽ ആർസണൽ തങ്ങളുടെ ആധിപത്യം ആരംഭിച്ചിരുന്നു. പക്ഷേ അവരുടെ സുവർണ്ണഘട്ടം ആരംഭിക്കുന്നത് 1996 ആർസൺ വെങ്ങർ എന്ന ഫ്രഞ്ച് മനുഷ്യൻ അവരുടെ മാനേജറെ വരുമ്പോഴാണ്. ഇംഗ്ലണ്ട് അന്നുവരെ കണ്ടിരുന്നതിൽ വേറിട്ടൊരു ഫുട്ബോൾ രീതി വെങ്ങർ അവതരിപ്പിച്ചപ്പോൾ ആർസണൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായി മാറി. 2003-2004 സീസണിൽ കളിച്ച 38 മത്സരങ്ങളിൽ ഒന്നുപോലും തോൽക്കാതെ ഗോൾഡൻ പ്രീമിയർ ലീഗ് അവർ നേടിയപ്പോൾ ആ മികവ് അതിന്റെ കൊടിമുടിയിലെത്തുകയായിരുന്നു. പിന്നീട് ക്ലബ്ബ് വലിയൊരു റിസ്ക് എടുത്തു. തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്ന ഹൈബറി സ്റ്റേഡിയം ചെറുതായതുകൊണ്ട് എമിറേറ്റ്സ് എന്ന പുതിയ സ്റ്റേഡിയം പണിയാൻ അവർ തീരുമാനിച്ചു. ആർസൺ വെങ്ങർ ക്ലബ്ബിൽ തുടരുമെന്ന ഉപാധിയിൽ ബാങ്കുകൾ അവർക്ക് ലോൺ നൽകി. അത് ക്ലബിനെ വലിയ കടക്കണിയിലേക്കാണ് നയിച്ചത്. സ്റ്റാർ പ്ലേയേഴ്സ് ക്ലബ്ബ് വിട്ടു. ട്രോഫികൾ നേടാൻ കഴിയാതെ വർഷങ്ങൾ നീണ്ട ഫാൻസിന്റെ ദുഃഖം അവിടെ ആരംഭിക്കുകയായിരുന്നു. ഒടുവിൽ 2018 ആർസൺ വെങ്ങറും ക്ലബ്ബ് വിട്ടു. പിന്നീട് വന്ന ഉണായി എമറിക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ആർസണൽ അവർക്ക് വേണ്ടി 5 വർഷം ബൂട്ട് കെട്ടിയ ആർട്ടേറ്റ എന്ന സ്പാനിഷുകാരനെ കോച്ചായി കൊണ്ടുവരികയായിരുന്നു. ആർട്ടേറ്റ പതുക്കെ ആർസണലിനെ റീബിൽഡ് ചെയ്യുകയായിരുന്നു. ചെറുപ്പക്കാരായ ഒരുപിടി പ്ലേയേഴ്സിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. ആർസണലിന്റെ DNA തന്നെ മാറ്റി. ഓരോ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ട്രോഫികൾ നഷ്ടപ്പെട്ടപ്പോഴും അയാൾ ട്രസ്റ്റ് ദി പ്രോസസ് എന്ന ആരാധകരോട് പറഞ്ഞുകൊണ്ടിരുന്നു. റൈവൽ ഫാൻസിനിടയിൽ ട്രസ്റ്റ് ദി പ്രോസസ് ഒരു പരിഹാസമായി മാറിയപ്പോഴും ആരാധകർ ഒരിക്കലും ആർട്ടേറ്റയെ കൈവിട്ടില്ല. ഇപ്പോഴിത് ആർട്ടേറ്റയുടെയും യുവാക്കളുടെയും ചിറകിലേറി ആർസണൽ വീണ്ടും EPL നേടിയിരിക്കുകയാണ്. എല്ലാ ആർസണൽ ഫാൻസിനും അഭിനന്ദനങ്ങൾ. ദിസ് ഇസ് ഇൻ ജസ്റ്റ് അനദർ വിൻ, ദിസ് ഇസ് ദ റിട്ടേൺ ഓഫ് എ ജയന്റ്. ഒരാഴ്ചയ്ക്കപ്പുറം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG നേരിടുമ്പോൾ അവിടെയും വെന്നിക്കൊടി പറിച്ച് ആർസണലിന് ആദ്യമായി UCL നേടിക്കൊടുക്കാൻ ആർട്ടേറ്റയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.